So okay. For the last class, we had discussed about throttling process, right? So എന്താണ് throttling process എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി പറഞ്ഞു പോവാം. അതായത് it is a process which involves the passage of a high pressure fluid through a narrow constriction. The effect or result is the reduction in pressure and increase in volume. Okay. Here we are using porous plug experiment. So porous plug എന്നൊരു പ്ലഗ് ഇവിടെ സെൻട്രൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹൈ പ്രഷർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇതിൽ പാസ് ചെയ്യുന്നു. ഇത് പോറസ് പ്ലഗ് പോയി പുറത്തേക്ക് വരുമ്പോൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലോ പ്രഷർ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ വരുന്നത് എന്നുള്ളത് എനിക്ക് ഇന്ന് പറഞ്ഞത്. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ത്രോട്ടിൽ പ്രോസസ്. സോ ഇതിനെ കുറിച്ചിട്ട് ഐഡിയൽ ഗ്യാസിൽ നടക്കും, റിയൽ ഗ്യാസിൽ നടക്കും. സോ ഐഡിയൽ ഗ്യാസ് എന്താണ്, റിയൽ ഗ്യാസ് എന്നാണ് നിങ്ങൾക്കറിയാം. സോ ഐഡിയൽ ഗ്യാസിലേക്ക് വരുമ്പോൾ there is certain condition, there are conditions for throttling process in the case of ideal gas. That is, the process is happening or the experiment is happening at a constant enthalpy constant ആണ്, which means H1 equal to H2. Constant temperature also, T1 equal to T2. Constant internal energy also, U1 equal to U2 for ideal gas. So അതുകൊണ്ട് തന്നെ എന്താണ്, U1 minus U2 equal to 0 ആണ്, right? Change in internal energy equal to 0. U1 equal to U2, therefore U1 minus U2 equal to 0. Change in internal energy equal to 0. Constant enthalpy process, constant temperature, constant internal energy. So it is not a constant entropy process. It's not a constant entropy process. Constant entropy in the tick. Across one. The entropy increase actually when pressure is reducing, entropy is increasing. So there is not a particular value of entropy for the whole process. The entropy is changing from initial state to final state. Okay. അപ്പോൾ ഇവിടെ നടക്കുന്ന വേറൊരു ഇതെന്ന് വെച്ചാൽ Q equal to 0 and W equal to 0, which means it is adiabatic process. There is no heat transfer takes place in between the system. ഈ പ്രോസസ് നടക്കുന്നിടക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. Okay. So it is adiabatic process. Therefore, the value of Q equal to 0 in the case of ഐഡിയൽ ഗ്യാസ്. ഇത്രയും പറയുന്ന ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻ. അപ്പോൾ റിയൽ ഗ്യാസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു T1 നോട്ട് ഈക്വൽ ടു T2 ആണ്. ഓക്കെ, T1 നോട്ട് ഈക്വൽ ടു T2 ആകുമ്പോൾ തന്നെ H1 ഈക്വൽ ടു H ആവില്ല, U1 ഈക്വൽ ടു U2 ആവില്ല. ഓക്കെ, ദർ ഇസ് എ വാല്യൂ. എന്താണ് U, എന്താണ് H പ്ലസ് പി വി ആണ് അല്ലേ, H പ്ലസ് പി വി ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് H ഈക്വൽ ടു U മൈനസ് പി എന്ന് പറയാം. H ഈക്വൽ ടു U പ്ലസ് പി വി ആകുമ്പോൾ U ഈക്വൽ ടു H minus PV ആണ്. Okay, so the value of H is changing, enthalpy is changing, and PV value is also changing. So അതുകൊണ്ട് എന്താവില്ല, for the real gas U1 is not equal to U2. Okay, അതായത് U1 minus U2 not equal to 0. That is, change in energy is not equal. There is a change in value, ഒരു വാല്യൂ ഉണ്ടാവും, അത് 0 ആവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് U2 minus U1 equal to Hന്റെ കേസിൽ എഴുതാം. അതായത് H1 മൈനസ് P1 V1, അല്ലെങ്കിൽ H2 മൈനസ് P2 V2 മൈനസ് H1 മൈനസ് P1 V1, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് U2 മൈനസ് U1 ഈക്വൽ ടു P1 V1 മൈനസ് P2 V2. പറഞ്ഞു ചെയ്ത് ഇത്രയേ ഉള്ളൂ. ദർ ഈസ് എ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വാല്യൂ ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ദ വാല്യൂ ഓഫ് U1 മൈനസ് U2 ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് 0 ആവുന്നത്? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല, എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് എൻതാൽപ്പി, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റന്റ് ഇന്റേണൽ എനർജി ഓൾസോ. U1 ഈക്വൽ ടു U2. 1 എവിടെയാണ്, 2 എന്താണെന്ന് അറിയാലോ, ഇനീഷ്യൽ സ്റ്റേജും ഫസ്റ്റ് സ്റ്റേജും. സോ ഇത്രയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. സോ ഹിയർ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ജൂളും തോംസണും കൂടിയിട്ടാണ് ത്രോട്ട്ലിംഗ് പ്രോസസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ല, ഐഡിയ കൊണ്ടുവന്നത് അവരാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോഎഫിഷ്യന്റ് വാല്യൂ ഉണ്ട്, അതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് വരുന്നത്.
Okay. So yesterday I discussed about a graph. I plot a graph here, that is PT graph plot ചെയ്തിരുന്നു അല്ലേ? Which means T y axis P x axis. There is a graph or a plot between temperature and pressure. എവിടെയാണ് വരുന്നത്? In the case of real gas ആണ് ഈ Joule-Thomson coefficient വരുന്നത്. In the case of real gas. ഐഡിയൽ ഗ്യാസിൽ ഇതിന്റെ വാല്യൂ 0 ആണ്. ഈ കോഎഫിഷ്യന്റ് വാല്യൂ 0 ആണ്. റിയൽ ഗ്യാസിലാണ് തോംസൺ കോഎഫിഷ്യന്റ് വരുന്നത്. എങ്ങനെ വരിക? ആ തിയറി ഞാൻ പറഞ്ഞുതരാം. That is, in the case of real gas, as I said, in the case of real gas, T1 not equal to T2. അല്ലേ? T1 ഒരിക്കലും T2 ഈക്വൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അവിടെ ഇല്ലാതെ ടെമ്പറേച്ചർ ആയിക്കല്ല അടുത്തുണ്ടാവുക. ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുന്ന കേസ് ഓഫ് റിയൽ ഗ്യാസ്. ഓക്കെ. സോ വെൻ വി ടേക്ക് എ പോയിന്റ് ഈ പ്രോസസ് നടക്കുന്ന എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രഷർ ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും. P1 ടേക്ക് ഇറ്റ് ഇസ് P1 ആൻഡ് ടേക്ക് അനദർ പോയിന്റ് P2 ഉണ്ടാവാം. പ്രഷർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്തായാലും പ്രഷർ കുറഞ്ഞു വരികയാണ്. Temperature also changing. Therefore, P1 is a point, P2 is a point, P3 is a point. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. So when we plot a graph between temperature and pressure, and we can point out the particular point P1 നമുക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ P1 next point will be ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. P2 P3 P4 ഓക്കെ. അതായത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ എന്ന് പറയാം. മീൻസ് ദാറ്റ് പ്ലോട്ട് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷോയിങ് ദ പോയിന്റ്സ് ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസ്. റിയൽ ഗ്യാസിന്റെ കേസിലാണ് ഈ പോയിന്റ് വരുന്നത്. കാരണം ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വി ക്യാൻ ടേക്ക് എ പോയിന്റ്. ഇതാണ് ഇങ്ങനെ വരുന്നത്. എന്തുകൊണ്ടാണ് P1 എവിടെയും P2 കൂടെ വരാത്തത്? എന്തുകൊണ്ടാണ്? പ്രഷർ ഈസ് ഡിക്രീസിങ്. പ്രഷർ കുറഞ്ഞു വരികയാണ് പ്രോസസ് കഴിയുമ്പോഴത്തേക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും പ്രഷർ ഇങ്ങോട്ടേക്ക് കുറഞ്ഞു വരികയാണ് വേണ്ടത്. സോ P1 ഹിയർ, P2 P3 P4 there is a we got a line. ഒരു ലൈൻ കിട്ടുന്നുണ്ട് അല്ലേ? ഒരു സ്ലോപ്പ് ഉള്ള ഒരു ലൈൻ കിട്ടും നമുക്ക്. സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചെറിയൊരു കർവ് ഉള്ള ലൈൻ കിട്ടും. ഒരു കർവാണ് കിട്ടുക. T1 P2 ഇതിന്റെ സ്ലോപ്പാണ് Joule-Thomson coefficient. Okay. The slope of a constant enthalpy line or particular line joining the points of P1 P2 etc. We will get a curve, and the particular slope of that curve is known as Joule-Thomson coefficient. Okay, and we can write the value as ഈ വാല്യൂ ഇല്ലേ, ഇവിടുന്ന് മാറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. ആദ്യം നെഗറ്റീവ് ആയിരിക്കും, പിന്നെ 0 ആവും, പിന്നെ പോസിറ്റീവ് ആവും. Joule-Thomsonന്റെ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഈ റേഞ്ച് നെഗറ്റീവ് ആയിരിക്കാം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് 0 ആവും, പിന്നെ പോസിറ്റീവ് ആവും. ഓക്കെ. Then we can denote the Joule-Thomson coefficient as mu equal to dou T by dou P. That is slope of the dou T by dou P. Okay, mu equal to dou T by dou P is the slope of the particular curve and is known as Joule-Thomson coefficient. ആ ലൈനിന്റെ പേരെന്താണ് ഞാൻ പറഞ്ഞു? That is constant enthalpy curve. Constant enthalpy curve എന്ന് പറയും. So dou T by dou P of H എന്ന് പറയാം, കോൺസ്റ്റന്റ് എൻതാൽപ്പി ആയതുകൊണ്ട്, equal to mu is the Joule-Thomson coefficient. The slope of the line joining the points P1 P2 etc. is known as Joule-Thomson coefficient. There is a particular value for real case of real gas. ഈ ഗ്യാസിന്റെ particular value ഉണ്ടാവും. For ideal gas ആകുമ്പോൾ ഒരു value mu equal to 0. That is dou T by dou P equal to 0. The case of real gas. Ideal gas. Okay, sorry, ideal gas. Okay, ഇതാണ് Joule-Thomson coefficient. In the case of real gas, we can take any point as P1 next point as P2 third point as P3 etc. Then we can draw a line connecting the whole points. We will get a curve, and the particular slope of the curve is known as Joule-Thomson coefficient, and that is denoted as mu and so dou T by dou P.
ഈ വൈ ആക്സിലും പി എക്സ് ആക്സിലും ആയതുകൊണ്ട് ഡോ ടി ബൈ ഡോ പി. ചെറിയ പോയിന്റ് എടുക്കുന്നതുകൊണ്ടാണ് ഡോ ടി ബൈ ഡോ പി എന്നത്. ഡി ടി ബൈ ഡി പി എന്നും പറയാം. ഓക്കെ, വളരെ ചെറുതെടുക്കുന്നതാണ് ഡോ ടി ബൈ ഡോ പി. ആൻഡ് ഫോർ ഐഡിയൽ ഗ്യാസ് ദ വാല്യൂ ഈക്വൽ ടു 0. ക്ലിയർ ആണോ? Yes, sir. Okay. The next one is inversion curve. ഇൻവേർഷൻ കർവ് ഒന്ന് സിമ്പിൾ ടോപ്പിക്കാണ്, ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. ഇൻവേർഷൻ കർവ് നമ്മൾ ഇവിടെ ഒരു ലൈന് വരച്ചു, ഒരു ഗ്രാഫ് വരച്ചു അല്ലേ. ഗ്രാഫ് ഇങ്ങനെയാണ് വരച്ചത്. ദാറ്റ് ഈസ് ഞാൻ സൈഡ് വരച്ചു തരാം. ഇങ്ങനെ ലൈൻ കിട്ടി നമുക്ക്. ഇത് സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ ഒരു പെർട്ടിക്കുലർ കേസ് എടുത്തുകൊണ്ടാണ് അവിടെ കിട്ടിയത് അല്ലേ. ഒരു പ്രോസസ് നടക്കുന്നതിൻ്റെ ഒരു പോയിന്റ് എടുത്തു സ്റ്റാർട്ടിങ് ആയിട്ട്, എന്നിട്ട് എക്സ് ആക്സിൽ പോയിന്റ് എടുത്തു. സ്റ്റാർട്ടിങ് പോയിന്റ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നടക്കുന്നത്, വേറെ ഗ്രാഫ് കിട്ടും അല്ലേ. സ്റ്റാർട്ടിങ് പോയിന്റ് വേറെ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വേറെ ഗ്രാഫ് കിട്ടും അല്ലേ. സോ ഒറ്റ ഗ്രാഫിൽ തന്നെ ഈ എല്ലാ പ്രോസസ്സും കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഒരുപാട് ഓരോ എക്സ്പെരിമെന്റ് ആക്കി എടുക്കാം. ഇത് വേറെ സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടിയത് പോയിന്റ്, ഇത് വേറെ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ച് കിട്ടിയ പോയിന്റ്. അങ്ങനെ സീരീസ് ഓഫ് എക്സ്പീരിയൻസ് നടത്തുക, ടേക്കിംഗ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെന്റ്ലി. Okay, we will get a number of curves here. Number of curves. For a same graph, we will get a number of curves by changing the starting point. Starting point വ്യത്യസ്ത സ്ഥലത്ത് എടുക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി കർവ് കിട്ടും. ഓക്കെ, then ഞാൻ പറഞ്ഞു at a particular point the new value will be negative, and after that it will become a 0, mu equal to 0, and thereafter it will become positive value. Negative, 0, positive. Okay, negative, 0, positive. ആ പോസിറ്റീവായ പോയിന്റ് ഉണ്ടാവുമല്ലോ, that mu value is positive 0, mu value equal 0 എന്നുള്ള പോയിന്റ് എടുക്കുക. സോറി, mu and 0 എന്നുള്ള പോയിന്റ് ഈ ഗ്രാഫിൽ ഇത് ഇവിടെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. ഞാൻ അവിടെ ലൈൻ വരച്ച് പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ദിസ് കർവ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഇത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഇത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ ഗ്രാഫിലത് മ്യൂ വാല്യൂ ഈക്വൽ 0 എന്നുള്ള പോയിന്റ് ആണ് കേട്ടോ. മ്യൂ ഈക്വൽ 0, മ്യൂ ഈക്വൽ 0, മ്യൂ ഈക്വൽ 0, മ്യൂ ഈക്വൽ 0 എന്ന പോയിന്റ്. ആൻഡ് ദ ലൈൻ ജോയിനിങ് ദാറ്റ് മ്യൂ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് കർവ് കിട്ടുന്നില്ലേ, ആ കർവാണ് ഇൻവേർഷൻ കർവ്. Inversion curve. The line joining the point locus point of mu equal to 0. For finding the value of mu, we draw a graph and we got a curve. And for taking starting point as different conditions, we will get a number of curves, constant will be curve for a same PTA graph, and thereafter we can locate a particular point in every curve that mu equal to 0. Mu equal to 0 എന്ന് വരുന്ന ഓരോ കർവിലും ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ കർവ് വരച്ച് അത് കർവ് ആയിട്ടാണ് കിട്ടുക. ആ കർവിന് ഒരു പേരാണ് ഇൻവേർഷൻ കർവ്. ഓക്കെ, ഇൻവേർഷൻ കർവ്. സോ ഇൻസൈഡ് ദി ഇൻവേർഷൻ കർവ്, ഇൻവേർഷൻ കർവിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇൻവേർഷൻ ന്യൂ വാല്യൂ ഈസ് പോസിറ്റീവ്. ഓക്കെ, എന്ന് 3-4 സെന്റൻസ് എഴുതാനുണ്ട്. കർവ് നിങ്ങൾ വരച്ചു വെക്കുക. ഓക്കെ, മ്യൂ ഈക്വൽ 0 എന്നുള്ള പോയിന്റ് ജോയിൻ ചെയ്ത് കിട്ടുന്ന കർവാണ് ഇൻവേർഷൻ കർവ്. ദെയർആഫ്റ്റർ ഇൻസൈഡ് ഇൻവേർഷൻ കർവ് ന്യൂ ഈക്വൽ ടു പോസിറ്റീവ്. That is, temperature falls with pressure falling. പ്രഷർ കുറയുമ്പോൾ ടെമ്പറേച്ചറും കുറയുന്നു. അതാണ് ആ കർവിന്റെ ഉള്ളിൽ നടക്കുന്നത്. ആൻഡ് ഔട്ട്സൈഡ് ഇൻവേർഷൻ കർവ്, ഔട്ട്സൈഡ് കർവ് ന്യൂ ഈക്വൽ ടു നെഗറ്റീവ്. That is, temperature is increasing with pressure decreasing.
outside the inversion curve, mu value is negative. That is, temperature is increasing with the decreasing pressure. Inside the inversion curve, mu equal to positive. That is, temperature is decreasing with the decreasing pressure. Now, in the theory. Okay. അകത്തുള്ളതിനെ കൂളിംഗ് റീജിയൻ എന്ന് പറയും, പുറത്തുള്ളതിനെ ഹീറ്റിംഗ് റീജിയൻ എന്ന് പറയും. അതായത് അകത്തുള്ള എന്താണ്, ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അകത്തുള്ളതിനെ കൂളിംഗ് റീജിയൻ എന്ന് പറയും, പുറത്തുള്ളതിനെ ഹീറ്റിംഗ് റീജിയൻ എന്ന് പറയും. ഓക്കെ, കർവ് വരച്ച് നമുക്ക് ഏറ്റവും മുകളിൽ കിടന്ന പോയ ഉണ്ടാവുമല്ലോ, അതായത് കർവിന്റെ ഏറ്റവും മുകളിലെ കർവിന്റെ ഏറ്റവും എഡ്ജ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവുമല്ലോ, അതാണ് മാക്സിമം ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഇൻവേർഷൻ കർവ്സ് ആണല്ലോ വരച്ചിരിക്കുന്നത്, വൈ ആക്സിൽ ടെമ്പറേച്ചർ ആണ്. സോ ഏറ്റവും മുകളിലുള്ള ഏറ്റവും മറ്റത്തുള്ള ഒരു പോയിന്റിന് പറയും മാക്സിമം ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. മാക്സിമം ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇത്രയാണ് അതിലുള്ളത്. ഇൻവേർഷൻ കർവ് ആൻഡ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ഒന്ന് നോട്ട് ചെയ്യാം. വേറൊരു പോയിന്റ് ഉള്ളത്, കൂളിംഗ് ക്യാൻ ടേക്ക് സ്പേസ് ഓൺലി. ഇതൊരു കൂളിംഗ് നടക്കുന്നുണ്ടല്ലോ. കൂളിംഗ് ക്യാൻ ടേക്ക് സ്പേസ് ഓൺലി ഇഫ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഈസ് ബിലോ ദ മാക്സിമം ഇൻവേർഷൻ ടെമ്പറേച്ചർ. നമ്മൾ ആദ്യം എടുക്കുന്ന ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ ഗ്യാസിന്, മാക്സിമം ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെ ആയിരിക്കണം ആ ടെമ്പറേച്ചർ, എന്നാൽ മാത്രമേ കൂളിംഗ് നടക്കുകയുള്ളൂ. കൂളിംഗ് ക്യാൻ ടേക്ക് സ്പേസ് ഓൺലി initial temperature is less than maximum inversion temperature. Maximum inversion temperature. And there are maximum inversion temperature standard points are there. That is, for helium, the maximum inversion temperature value is 24 Kelvin. Maximum inversion temperature values. Helium, it is 24 Kelvin. For hydrogen, it is 195 Kelvin. For nitrogen, it is 261 Kelvin, and so on and so. So, അത്രയും തിയറിയാണ് ഇതിനെ ബേസ് ചെയ്ത് പറയേണ്ടത്. ദാറ്റ് ഈസ് ഇതിനെ ബേസ് ചെയ്തിട്ട് ത്രോട്ട്ലിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് ത്രോട്ട്ലിംഗ് പ്രോസസ് and application of throttling process. For in the case of real gas and ideal gas, the conditions and Joule-Thomson coefficient mu equal to T by dou P, and the value is 0 for ideal gas. The rough inversion curve, cooling region, heating region. Okay. അപ്പോൾ അത്ര ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഈ മൊഡ്യൂളിൻ്റെ തിയറിയൊക്കെ കഴിഞ്ഞു. സോ ഇത് പ്രോബ്ലം ചെയ്യേണ്ട കുറച്ച്. സോ പ്ലീസ് നോട്ട് ഡൗൺ എ പ്രോബ്ലം ദാറ്റ് യു ഹാവ് ഡിസ്കസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ഉണ്ടായിരുന്നു, യൂസിങ് ക്ലോസ്-ക്ലാപെറോൺ ഇക്വേഷൻ. ദ സെയിം മെത്തേഡ് വി ആർ ഡൂയിങ് അനദർ പ്രോബ്ലം. Using Close-Clapeyron equation. Okay, it is an application level problem. ചോദിക്കാൻ സാധ്യതയുണ്ട്. Please note down. Close-Clapeyron equation ബേസ് ചെയ്ത പ്രോബ്ലം കേട്ടോ. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ
നിങ്ങളുടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ ജൂൾസ് തോംസൺ കോഎഫിഷ്യന്റ്, ത്രോട്ട്ലിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അതൊക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുന്ന ഇതാണ്, ടോപ്പിക്സ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ത്രോട്ട്ലിംഗ് പ്രോസസ്സും ജൂൾ തോംസൺ കോഎഫിഷ്യന്റും ഒക്കെ വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ കേസിലാണ്, അതിന്റെ ഒരു പാർട്ടിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞാനത് കുറച്ച് 4-5 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളായിട്ട് ചെയ്യാം. ഈ പി വി കൂട്ട് MRT വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മുടെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ടല്ലോ, എക്സ് വാല്യൂ ഒക്കെ വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. അത് എന്തായാലും ചോദിക്കാൻ 100% ഷുവർ ഉള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതിന്റെ 3-4 പ്രോബ്ലംസ് ഞാൻ ചെയ്യും. അതിന്റെ കൂടെ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾക്ക് PDF ആയിട്ട് തരുകയും ചെയ്യും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആൾക്കാർ ആ ഫോക്കസ് ചെയ്യുക. അതായത് ത്രോട്ട്ലി പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന പ്രോബ്ലംസ്, ഈ ഡ്രൈനസ് ഫ്രാക്ഷൻസ് യൂസ് ചെയ്ത പ്രോബ്ലംസ്, എക്സ് വാല്യൂ, എക്സ് എന്നുള്ള ഇക്വേഷൻസ്, ഡ്രൈനസ് ഫ്രാക്ഷന്റെ വാല്യൂ തന്നിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. ആ ഏരിയ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. Please write down a problem. An ice skate. An ice skate. സ്കേറ്റിംഗ് ഇല്ലേ, നടന്നു പോകുന്ന, സൈഡായിട്ട് പോകുന്നത്, മഞ്ഞിൽ കൊണ്ടിട്ട്. An ice skate is able to glide over. Is able to glide over the ice because the skate blade exerts sufficient pressure on the ice. The skate blade exerts sufficient pressure on the blade. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തിയറി പറയുന്നതാണ്. അതായത് നമ്മൾ ഐസ് സ്കേറ്റിംഗ് എങ്ങനെ നടക്കുന്നത്, മഞ്ഞിൽ കാണുന്ന ഐസ് സ്കേറ്റിംഗ് കാണുന്നുണ്ടല്ലോ, ഒരുപാട് യൂട്യൂബേഴ്സ് കാണാൻ കഴിയും. അതെങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചവിട്ടി ഇങ്ങനെ സൈഡായിട്ട് പോകുന്ന നമ്മളെ ഇതുണ്ടല്ലോ, സ്കേറ്റിംഗ് ബോർഡ് ഐസിലുണ്ടാക്കുന്ന പ്രഷർ കൊണ്ട് ആ ഐസ് മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഐസ് മെൽറ്റായിട്ടാണ് നമ്മൾ ഒഴുകി ഇങ്ങനെ പോകുന്നത്. അപ്പൊ കൊടുക്കുന്ന പ്രഷറിലും കാര്യമുണ്ട്, ചവിട്ടുന്ന രീതിയിലും കാര്യമുണ്ട്. അതാണ് ഈ തിയറി പറയുന്നത്. An ice skate is able to glide over the ice because the skate blade exerts sufficient pressure on the pressure on the ice. Sorry, pressure on the ice. Pressure on the ice that a thin layer of ice is melted. Thin layer of ice is melted. The skate blade then glides over this thin layer, water layer. The skate blade then glides over this melted water layer. അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ആ തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഐസ് സ്കേറ്റിംഗ് ബോർഡ് നമ്മളെ ചവിട്ടി പോകുമ്പോൾ അത് ഐസിന് മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ആ പ്രഷർ കൊണ്ട് ഐസ് മെൽറ്റ് ആവുന്നു. അതിൻ്റെ വാട്ടർ സർഫസിന് മുകളിലൂടെ തെന്നിയിട്ടാണ് ഈ സ്കേറ്റിംഗ് ബോർഡ് മൂവ് ചെയ്യുന്നത്. So determine the pressure an ice skate blade must exert to allow smooth ice skate SK18 at -10°C. അതായത് ഐസിന് ടെമ്പറേച്ചർ ഉണ്ടാവും. ഓക്കെ, അത് നെഗറ്റീവ് ആയിരിക്കാം, പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അപ്പം നമ്മൾ അതിന് മുകളിൽ സ്കേറ്റിംഗ് ബ്ലേഡ് കൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഐസ് മെൽറ്റ് ചെയ്യുന്നു, വാട്ടർ ആവുന്നു. അതിന് മുകളിൽ സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐസിൻ്റെ ടെമ്പറേച്ചർ -10°C ആണെങ്കിൽ നമ്മൾ അത്ര പ്രഷർ
സ്കേറ്റ് ബോർഡിന് മുകളിൽ, അതായത് ഐസിന് മുകളിൽ കൊടുക്കും. ആ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ക്ലോസ് സ്ക്രാപ്പ് ഓൺ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം അതിൽ വരുന്നതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ക്ലോസ് സ്ക്രാപ്പ് ഓൺ ഇക്വേഷൻ പറഞ്ഞത് രണ്ട് ഫേസസ് തമ്മിലുള്ള ആ ഒരു ബൗണ്ടറിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ. എനി ടു ഫേസ്, ദാറ്റ് ഈസ് പി ടി ഡയഗ്രാം എടുത്ത് കഴിഞ്ഞാൽ ദർ ഈസ് ത്രീ ഫേസ്, ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഏതെങ്കിലും രണ്ട് ഫേസിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ക്ലോസ് സ്ക്രാപ്പ് ഓൺ ഇക്വേഷൻ പറയുന്നത്. That here in this problem it is the case appearing between two phases, that is ice and water, that is solid and liquid. ഇതിന് നടുക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. സോ അതിന് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. That is the following data is given. Following data is given for the range of temperature. Temperature and pressures in ball. Okay, കുറച്ച് വാല്യൂ വന്നിട്ടുണ്ട്. That is given കൊടുത്താൽ മതി. HFG of ice equal to 334 kilojoule per kilogram. HFG of ice. Then V of liquid, VG ആണോ VF ആണോന്ന് പറഞ്ഞില്ല, V of liquid എന്നാ പറഞ്ഞത്. V of liquid is given as 1 into 10 meter cube per kilo. 1 into 10 meter cube per. And V of ice is given as 1.01 into 10 power 3 meter cube per kilogram. Sorry, ഇവിടെ 10 power 3 കിട്ടോ, അത് ക്വസ്റ്റ്യൻ മാഞ്ഞു പോയതാണ്. വി ലിക്വിഡിലും 10 power 3 ഉണ്ട്. 1 into 10 power 3 meter cube per kilogram. V of ice is given as 1.01 10 power 3 meter cube per kilogram. So these are the data given in a problem. HFG തന്നിട്ടുണ്ട്, വി ലിക്വിഡ്, വി ഐസ്, അല്ലെങ്കിൽ വി ജിയും വി എഫും ആയിരിക്കണം. വി ജി എന്ന് പറയുമ്പോൾ ഗ്യാസ് ആണ്, പക്ഷെ ഇവിടെ ലിക്വിഡും സോളിഡുമാണ് ഇൻവോൾവ് ചെയ്യുന്ന ഫേസ്. സോ വി ലിക്വിഡ് ആൻഡ് വി ഓഫ് ഐസ് ഇസ് ഗിവൺ ഇൻ എ പ്രോബ്ലം. സോ ഈ കാര്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കുള്ള ഇക്വേഷൻ, നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ ക്ലോസ് സ്ക്രാപ്പ് ഓൺ ഇക്വേഷൻ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. So here is a clear case of the transaction or the relation between liquid and solid, ice and water. So നമുക്ക് ക്ലോസ് സ്ക്രാപ്പ് ഓൺ ഇക്വേഷൻ യൂസ് ചെയ്യാം ആ ഒരു ഏരിയയിൽ വരുന്ന പ്രോബ്ലം ആയതുകൊണ്ട്. So we can use our equation. I don't using closest scrap on equation. Our equation is dp by dt equal to HFG VFG ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന ഇക്വേഷൻ ആണ് നമുക്ക് എടുക്കാൻ. HFG വരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? dp by dt equal to, there are three equations. HFG വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. That is HFG by T into VFG. So we can write the equation as HFG by T into VFG. So ഇതാണ് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ. നമുക്ക് വേണ്ടത് പ്രഷറാണ്, ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് അല്ലേ. ഡി പി ബൈ ഡി ടി ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കത് എങ്ങനെ പി ആക്കി മാറ്റാം? ഡി പി ബൈ ഡി ടിനെ പി ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ പി ബൈ ഡി ടി സ്ക്വയർ എന്നാണ് വരിക. സോ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡി പിൻ്റെ ഇൻ്റഗ്രേഷൻ പി ആയിട്ട് മാറും അല്ലേ. സോ അതിനൊക്കെ നമ്മൾ ഡി ടി അങ്ങ് ഒഴിവാക്കണം. ഡി ടി ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യുമ്പോൾ ഡി പിനും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പി വരുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, താഴെ ഡി ടിയും കൂടി ഉണ്ട്,
So first we want to delete the value dt. dt കളയണം. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പി മാത്രമായിട്ട് വരും അല്ലേ. സോ മൾട്ടിപ്ലൈ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ്. സോ മൾട്ടിപ്ലൈ ബോത്ത് ഇക്വേഷൻ ബൈ ഡി ടി. മൾട്ടിപ്ലൈ ബോത്ത് ഇക്വേഷൻ ബൈ ഡി ടി. ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി ടി മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ഡി ടി ക്യാൻസൽ ആവും. അപ്പുറത്ത് ഡി ടി വരും. ദാറ്റ് ഈസ് ഇ പി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു എച്ച് എസ് ജി ബൈ ടി ഇൻറ്റു വി എഫ് ജി ഇൻറ്റു ഡി ടി. സോ ഹിയർ ഡി ടി ഡി ടി കൂടെ ക്യാൻസൽ. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. ദെൻ ഇൻ്റഗ്രേറ്റ്. ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി പി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? P1 to P2 ആയിരിക്കണം. ഈക്വൽ ടു ഒരു ഡി ടി ആണുള്ളത്. ഇപ്പോൾ ടി വരുന്ന ടേമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ടി വരുന്ന ടേം താഴെ ഒരു ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എച്ച് എസ് ജി ബൈ പി എഫ് ജി ഇൻറ്റു 1/t ഡി ടി. ഇത് T1 to T2 ആയിരിക്കും. ഡി ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടീൻ്റെ ടേം അവിടെ ഉണ്ട്. ഇപ്പോൾ ടീൻ്റെ ടേം ഒരു ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എച്ച് എസ് ജി ബൈ വി എഫ് ജി ഇൻറ്റു 1/t ഡി ടി. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി പി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് P2 മൈനസ് P1. ഡി പി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പി കിട്ടും. ബൈ അപ്ലൈയിങ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് വി വിൽ ഗെറ്റ് P2 മൈനസ് P1 അല്ലേ. P2 മൈനസ് P1 ഈക്വൽ ടു എച്ച് എസ് ജി ബൈ വി എഫ് ജി 1/t. ഇൻ്റഗ്രേറ്റിംഗ് ഓഫ് 1/t ലോഗ് ഇ കിട്ടും അല്ലേ. ലോഗ് ടു ബേസ് ഇ ടി T1 to T2. That is log e of log in the T2 minus T1 എന്ന് പറയുമ്പോൾ log e T2 by T1. അതായത് T2 മൈനസ് T1 വരും. log a മൈനസ് log b, that is log a by b, that is log e T2 by T1. So നമ്മുടെ equation that is P2 minus P1 equal to HHG by VFG into log to base E T2 by T1. Okay. So ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കണ്ടുപിടിക്കാം. P2 ആണോ P1 എന്നോ കണ്ടുപിടിക്കേണ്ടതാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വെച്ചോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത് മറന്നോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം.